കെ.എസ്.ആർ.ടി.സിയിൽ പണിമുടക്കിയവർക്കെതിരെ ഡയസ്നോണിനപ്പുറം നടപടിക്ക് നിർദ്ദേശം. ഫെബ്രുവരി 4-ന് പണിമുടക്കിയവരുടെ ശമ്പളം വൈകിപ്പിക്കും. സമരം ചെയ്തവരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകം തയ്യാറാക്കും. സ്പാർക്ക് സെല്ലിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷമേ ശമ്പളം നൽകൂ എന്നും വീണ്ടും നടപടി ഉണ്ടാകുമെന്നും സൂചിപ്പിച്ച ചീഫ് അക്കൗണ്ട് ഓഫീസറുടെ മെമ്മോറാണ്ടം പുറത്തിറങ്ങി. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, കെ.എസ്.ആർ.ടി.സിയിൽ പണിമുടക്കിയവർക്കെതിരെ ഡയസ്നോണിനപ്പുറം നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി 4-ന് പണിമുടക്കിയവരുടെ ശമ്പളം വൈകിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനം. വിവരങ്ങൾ. നിഖിൽ, ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ശമ്പളം കൃത്യമായി ലഭ്യമാക്കണം, മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF പണിമുടക്കിയത്. ഈ പണിമുടക്കിയവർക്കെതിരെയാണ് ഇപ്പോൾ വിചിത്രമായ നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ ശമ്പളം വൈകിപ്പിക്കാനാണ് തീരുമാനം. അതായത് റെഗുലർ ബില്ലുകൾ എഴുതുന്ന കൂട്ടത്തിൽ ഈ ജീവനക്കാരുടെ ബില്ലുകൾ എഴുതേണ്ടതില്ല, അത് വൈകിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് ഈ മെമ്മോറാണ്ടത്തിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ബില്ലുകൾ പ്രത്യേകമായി, അതായത് ആരൊക്കെയാണോ പണിമുടക്കിയത് അവരുടെ ബില്ലുകൾ പ്രത്യേകമായി ആ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണം. റെഗുലറായി കൊടുക്കേണ്ട ബില്ലിനോടൊപ്പം എഴുതേണ്ടതില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ സമരത്തിന് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് TDF സമരം നടത്തിയ സമയത്ത് ഡയസ്നോണിന് പുറമെയാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും വിചിത്രമായിട്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. TDF പറയുന്നത് ശമ്പളം കൃത്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത്. അപ്പോൾ ശമ്പളം തന്നെ വൈകിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ഈ സർക്കാർ നടപടി സ്വീകരിച്ചത് വളരെ വിചിത്രമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാല സമരമടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ശക്തമായ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകും. ഈ ഒരു തീരുമാനം മാനേജ്മെന്റ് പിൻവലിക്കണം എന്നുള്ളതാണ് TDF ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നിഖിൽ. ശരി രശ്മി, കെ.എസ്.ആർ.ടി.സിയിൽ പണിമുടക്കിയവർക്കെതിരെ ഡയസ്നോണിനപ്പുറം നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഫെബ്രുവരി 4-ന് പണിമുടക്കിയവരുടെ ശമ്പളം വൈകിപ്പിക്കാനാണ് തീരുമാനം. വിശദവിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും രശ്മി കാർത്തിക.